ദൈവകൽപ്പന നിരസിക്കുന്ന, ദൈവിക ഉപദേശങ്ങളെ വിട്ടു നടക്കുന്ന, ദോഷം ചെയ്യുന്ന മനുഷ്യനെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഗുഡ് മോർണിംഗ്, പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എക്സൽ മീഡിയ ഒരുക്കുന്ന ഇന്നത്തെ ചിന്ത എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കാൻ പോകുന്നത് സദൃശവാക്യങ്ങളുടെ പുസ്തകം 26-ാം അധ്യായമാണ്. കഴിഞ്ഞ 25 അധ്യായങ്ങൾ നമുക്ക് തന്ന ഉൾക്കാഴ്ചയോട് ചേർന്നാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. സദൃശവാക്യങ്ങൾ നമുക്ക് തരുന്ന റെവലേഷൻ വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യരുടെയും ധാർമ്മിക ബോധം വർദ്ധിപ്പിക്കുന്ന, സാൻമാർഗിക ജീവിതത്തിന് വെളിച്ചം വീശുന്ന നല്ല ചിന്തകളാണ് ഇതിലുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സമൂഹത്തിന് അന്യം നിന്നിരിക്കുന്ന ഒരു വസ്തുതയാണല്ലോ ഇത്. ഇന്ന് രാവിലെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് നാം ഒക്കെ ഉണർന്നത്. 26-ാം അധ്യായം സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ പ്രധാനമായി പറയുന്നത് ഭോഷനെ കുറിച്ചാണ്. ഭോഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതത്ര സുഖമുള്ളൊരു പേരല്ല. ഇതാരെയാണ് വിളിക്കുന്നത്? നാം വിചാരിക്കുന്നത് പോലെ വികൃത രൂപികളായ, നരകത്തിന്റെ വിറകുകൊള്ളികളായ, നരകത്തിൽ നിന്ന് ഉത്ഭവിച്ച ഏതെങ്കിലും മോശം ആളുകളെ അല്ല ഭോഷൻ എന്ന് വിളിക്കുന്നത്. വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് 26-ാം അധ്യായത്തിൽ ഭോഷന്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഒരു ഭോഷനായ ഒരു മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയാം? അവിടെ 3-4 പദങ്ങളിലാണ് ഭോഷൻ, ദുഷ്ടൻ, മടിയൻ എന്നീ പദങ്ങളിലാണ് ആ മനുഷ്യനെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ചിന്തകളുടെ തുടർഭാഗത്തിനായിട്ട് ഞാൻ ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ ഭാഗം 26-ാം അധ്യായത്തിലെ 1-ാം വാക്യമാണ്. വേനൽക്കാലത്ത് ഹിമവും കൊയ്ത്ത് കാലത്ത് മഴയും എന്ന പോലെ ഭോഷന് ബഹുമാനം പൊരുത്തമല്ല. ഒന്നാമത്തത് ഭോഷനായ മനുഷ്യൻ. ഞാൻ പറഞ്ഞല്ലോ, ഭോഷൻ എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പന നിരസിക്കുന്ന, ദൈവിക ഉപദേശങ്ങളെ വിട്ടു നടക്കുന്ന, ദോഷം ചെയ്യുന്ന മനുഷ്യനെ ബൈബിൾ വിളിക്കുന്നതാണ് ഭോഷനായ മനുഷ്യൻ. ക്രിസ്തു യേശു പറഞ്ഞ ഉപമ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? 2 വീടുകൾ, ഒന്ന് മണലിന്റെ മേൽ പണിതു, ഒന്ന് പാറമേൽ പണിതു. പാറമേൽ പണിത മനുഷ്യനെ വിളിച്ചിരിക്കുന്നത് ബുദ്ധിയുള്ള മനുഷ്യനെന്നാണ്. മണലിന്മേൽ വീട് പണിത മനുഷ്യനെ വിളിക്കുന്നത് ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. നമുക്ക് അയാളെ ഭോഷൻ എന്ന് വിളിക്കാം. ഇനി ഇതിന്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്. എന്റെ വചനങ്ങളെ കേട്ട് പണിയുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. അപ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ, ആരാണ് ഭോഷൻ? ദൈവവചനത്തെ നിരസിച്ചു കളയുന്ന മനുഷ്യൻ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ള മാർഗനിർദ്ദേശമാണ് വിശുദ്ധ വചനം. ബൈബിൾ എന്ന പദത്തിന് തന്നെ പറയുന്ന അർത്ഥം ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലിവിങ് എർത്ത് എന്നാണല്ലോ ബൈബിളിന്റെ ഒരു വിവരണം കൊടുത്തിരിക്കുന്നത്. നാം ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യമാണ് ബൈബിൾ. അതുതന്നെയാണ് ഈ സദൃശവാക്യം. ഭോഷന് ബഹുമാനം ലഭിക്കുകയില്ല, ബഹുമാനം ചേരില്ല. മാത്രമല്ല, ഭോഷന്റെ മേൽ അവൻ ദൈവകൽപ്പന അനുസരിക്കാത്തത് കൊണ്ട് വന്നു ചേരുന്നത് അനുഗ്രഹമല്ല. ഒരുപക്ഷെ കുറുക്ക് വഴികളിലൂടെ തേടുന്ന താൽക്കാലികമായ സമൃദ്ധി കണ്ടെന്നിരിക്കും.
ഇന്നത്തെ പത്രത്തിലുണ്ട് 30 കോടി രൂപയുടെ വലിയ നോട്ടും എന്താ പറയാ കൂമ്പാരം കൊണ്ട് ഒരു വീട് നിറഞ്ഞിരിക്കുക. ഇടി അത് പിടിച്ചെടുത്തു. അപ്പോൾ താൽക്കാലികമായ നേട്ടങ്ങൾ കാണും, പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. ബൈബിൾ പറയുന്നത് 2-ാമത്തെ വാക്യത്തിൽ കുരികിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. അവന്റെ മേൽ ശാപം വരികയാണ്. വാക്യം 11 അത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നായി ഛർദിയിലേക്ക് വീണ്ടും തിരിയുന്നതും മൂഢൻ തന്റെ ഭോഷത്വം ആവർത്തിക്കുന്നതും ഒരുപോലെ. നായുടെ സ്വഭാവം അറിയാലോ, അത് ഛർദിച്ചതിലേക്ക് പിന്നെയും പോകും. ഇതുപോലെ തെറ്റുകൾ പിന്നെയും പിന്നെയും ആവർത്തിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ ഓർക്കണം, നീയും ഒരു ഭോഷനാണ്. അത് നിമിത്തം എന്തുണ്ടാകുന്നു? വാക്യം 17 വായിച്ചാൽ വഴക്കുണ്ടാകും. ഇന്നത്തെ പത്രത്തിലെ ഞാൻ പറഞ്ഞ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇന്ന് ഒരമ്മ മകൻ വീട്ടിൽ വന്നപ്പോൾ വിഭവസമൃദ്ധമായ ആഹാരം ഉണ്ടാക്കി വെച്ചു. ആഹാരമെല്ലാം തിന്നു കഴിഞ്ഞിട്ട് ഇവൻ ചെയ്തത് ആ അമ്മയെ ഷോളം മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് 3 പവന്റെ മാല പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. എന്തൊരു വേദന ഉളവാക്കുന്ന ഭോഷൻ വഴക്കുണ്ടാക്കും. അവൻ ഭോഷ്ക്ക് സംസാരിക്കുന്നു, അവൻ മുഖസ്തുതി പറയുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഭോഷന്മാരെ പോലെ ദൈവിക ഉപദേശങ്ങളെ പുറകോട്ട് തട്ടിക്കളഞ്ഞ് ശാപത്തിന്റെ വിറകുകൊള്ളികളാകാതെ ദൈവിക പ്രമാണങ്ങളെ അനുസരിച്ച് ബുദ്ധിമാനായ മനുഷ്യനായി തീരുക.